ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ യുഡൈസ് പ്ലസിലെ പ്രൊമോഷൻ ലിസ്റ്റ്. അപ്പോൾ 2024-25 എത്തിയിരിക്കുകയാണ്. അപ്പോൾ 2024 പഠിച്ച നിങ്ങൾ സ്കൂളിൽ പഠിച്ച കുട്ടികളെ അടുത്ത വർഷത്തേക്ക് 2025 പ്രൊമോഷൻ ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ യുഡൈസ് പ്ലസ് 2024-25 എന്ന് ലോഗിൻ ചെയ്യുന്നു. അതിനുശേഷം യുഡൈസ് പ്ലസ് സ്റ്റുഡൻറ്റ് മോഡ്യൂളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പേജ് നമുക്ക് നമ്മുടെ മുന്നിൽ ഷോ ചെയ്യും. അപ്പോൾ നമ്മളെ സ്റ്റേറ്റ്, ഇപ്പോൾ നമ്മൾ ഏത് സ്റ്റേറ്റിലാണ്, ഇപ്പോൾ ഓബ്വിയസ്ലി നമ്മൾ കേരളത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേരള സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന് നമ്മളിതാ കേരള സെലക്ട് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഗോ നമ്മൾ കൊടുക്കുകയാണ്. ഗോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേജ് അടുത്ത പേജിലേക്ക് നമ്മൾ ഫോമിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ലോഗിൻ പേജാണ്. ലോഗിൻ പേജിൽ നമുക്ക് ആവശ്യമുള്ള യൂസർ ഐ ഡി, പിന്നെ പാസ്വേഡ്, പിന്നെ ക്യാപ്ച എൻട്രി ചെയ്ത് കൊടുത്താൽ മതി. ഈ 3 കാര്യമാണ് നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ യുഡൈസിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനൊരു ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ യൂസർ നെയിം പാസ്വേഡ് ഞാൻ അടിച്ചു കഴിഞ്ഞു. ക്യാപ്ച തെറ്റാതെ അടിക്കുക. അധികം സാധ്യത ഫസ്റ്റത്തെ ക്യാപ്ച നമ്മൾ ഓൾറെഡി റിജക്റ്റ് ആവാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മൾ ലക്കി ആയിരുന്നു. നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 2025-26 ഇതിനെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത പേജിലേക്ക് കടക്കണം. 2025-26 24-25 കഴിഞ്ഞ് നമ്മുടെ എല്ലാ കുട്ടികളും കഴിഞ്ഞ കൊല്ലം പഠിച്ച സ്കൂളിലെ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും കുട്ടികളുടെ. അപ്പോൾ അതിനെ നമ്മൾ 25-26 ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 25-26 സെലക്ട് ചെയ്യുക. ഈ ടാബ് ക്ലോസ് ചെയ്യുക. അടുത്തത് നമ്മുടെ സൈഡ് ബാറിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് ബാറിൽ സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് പ്രോഗ്രഷൻ എന്നൊരു പേജ് നിങ്ങൾ കാണും. സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് പ്രോഗ്രഷൻ. അപ്പോൾ നമ്മൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രോഗ്രഷൻ ആക്ടിവിറ്റി, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത് തന്നെയാണ്. അപ്പോൾ പ്രോഗ്രഷൻ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പേജാണ് നമ്മുടെ സ്ക്രീനിൽ ഷോ ചെയ്യുക. ഗോ കൊടുത്തിട്ടുണ്ടാകും പ്രോഗ്രസ് യൂസർ മാനുവൽ. അപ്പോൾ യൂസർ മാനുവൽ, അപ്പോൾ നമ്മുടെ വീഡിയോ ശരി ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ യൂസർ മാനുവൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രോഗ്രഷൻ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് പ്രോഗ്രഷൻ മോഡ്യൂളിലാണ്. അപ്പോൾ നമ്മളിവിടെ ഗോ കൊടുക്കുക. കാരണം നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഫസ്റ്റ് ക്ലാസ് വൈസ് തന്നെ നമ്മൾ ഫൈനലൈസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രോഗ്രഷൻ മോഡ്യൂളിൽ ഗോ കൊടുക്കുക. ഗോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ക്ലാസ് സെഷൻ അവിടെ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ അതിനകത്ത് ക്ലാസ് സെലക്ട് ചെയ്യുക, ഏത് ക്ലാസ്സാണ് എന്ന്. അപ്പോൾ ക്ലാസ് ഞാൻ കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു. 5C എൻ്റെ ക്ലാസ് ആയിരുന്നു. 5C ഞാൻ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഗോ കൊടുത്തു. ഗോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻറ്റ് ബേസിക് ഡീറ്റെയിൽസ്, പ്രോഗ്രഷൻ ആക്ടിവിറ്റി എവിടെ ചെയ്യേണ്ടത് എല്ലാം നമുക്ക് ക്ലിയർ ആയി കിട്ടിയിരുന്നു. കുട്ടി എലിജിബിൾ ആണോ, പ്രൊമോഷന് വേണ്ടി എലിജിബിൾ ആണോ അല്ലയോ എന്നൊരു സ്റ്റാറ്റസും കാര്യങ്ങളും എല്ലാം അതിൽ സ്പെസിഫൈ ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇതാ നോക്കൂ, ആ പേജിൽ നോക്കിക്കോളൂ. സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്, പ്രോഗ്രഷൻ ആക്ടിവിറ്റി, എലിജിബിലിറ്റി, കുട്ടി എലിജിബിൾ ആണോ അല്ലയോ. അപ്പോൾ പിന്നെ സ്റ്റാറ്റസ് എന്ന് കാണുന്നുണ്ട്. സ്റ്റാറ്റസ് പെൻഡിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്, എല്ലാം പെൻഡിങ്ങിലാണ് ഉള്ളത്. അപ്പോൾ സ്റ്റാറ്റസ് അത് പെൻഡിങ്ങിൽ മാറിയിട്ട് ഡണ്ണിലേക്കാണ് ആവേണ്ടത്. ഡൺ എന്ന് വരണം. എന്നാലേ കുട്ടിയെ പ്രോഗ്രസ് ചെയ്തു എന്നുള്ള നമുക്ക് കൺഫർമേഷൻ കിട്ടുകയുള്ളൂ. നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കുട്ടീൻ്റെ ചെയ്യാൻ പോവുകയാണിത്. അപ്പോൾ പ്രോഗ്രഷൻ സ്റ്റാറ്റസിൽ അപ്പോൾ ഞാനൊരു കുട്ടിയെ സെലക്ട് ചെയ്തിരിക്കണം. അപ്പോൾ കുട്ടിയെ പ്രൊമോട്ടഡ് ബൈ എക്സാമിനേഷൻ. അപ്പോൾ എക്സാമിന് 3 ഓപ്ഷനാണ് കിട്ടിയിട്ടുണ്ട്. നോട്ട് പ്രൊമോട്ടഡ്, പ്രൊമോട്ടഡ് വിത്തൗട്ട് എക്സാമിനേഷൻ. അപ്പോൾ ഞാൻ പ്രൊമോട്ടഡ് ബൈ കുട്ടി എക്സാമിന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സോ പ്രോബബ്ലി പ്രൊമോട്ടഡ് ബൈ എക്സാമിനേഷൻ ഞാൻ കൊടുക്കുന്നു. അപ്പോൾ കുട്ടി അച്ചീവ് ചെയ്ത മാർക്കിൻ്റെ പെർസെൻറ്റേജ്, ആനുവൽ എക്സാമിന് കിട്ടിയ പെർസെൻറ്റേജാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പെർസെൻറ്റേജ് കൊടുക്കുന്നു. അതിനുശേഷം ടോട്ടൽ വർക്കിംഗ് ഡേയ്സിന് എത്ര വർക്കിംഗ് ഡേയ്സ് കുട്ടി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ആസ് പെർ റെക്കോർഡ് എത്രയാണ് നിങ്ങൾ അറ്റൻഡൻസ് കൊടുത്തത്, അത് നമ്മളവിടെ മാർക്ക് ചെയ്യുന്നു. ടോട്ടൽ അറ്റൻഡൻസ്, സ്കൂളിംഗ് സ്റ്റാറ്റസ്, TC വിട്ടതാണോ അല്ലെങ്കിൽ സ്റ്റഡിങ് ഇൻ സെയിം സ്കൂൾ, അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കുട്ടി ഇപ്പോഴും നമ്മുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്നതുകൊണ്ട് സ്റ്റഡിങ് ഇൻ സെയിം സ്കൂൾ കൊടുത്തിരിക്കുന്നു. അടുത്ത് ചെയ്യേണ്ടത് ഏത് സെഷനിലേക്കാണ്. അപ്പോൾ 5Cയിൽ നിന്ന് 6ൽ ഏത് A ആണോ B ആണോ ഡിവിഷനിലേക്കാണ്. അപ്പോൾ 6B ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 6B ക്ലാസ്സിലേക്കാണ് കുട്ടി പോയിരിക്കുന്നത്. അപ്പോൾ അത് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. പ്രൊമോഷൻ ബൈ എക്സാമിനേഷൻ, പിന്നെ മാർക്ക് പെർസെൻറ്റേജ്, നമ്പർ ഓഫ് ഡേയ്സ് കുട്ടി അറ്റൻഡ് ചെയ്തത്, പിന്നെ സ്കൂളിൽ TC വാങ്ങിയോ അല്ലെങ്കിൽ സ്കൂളിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, പിന്നെ നമ്മുടെ
ഏത് ഡിവിഷനാണ്. അതിനുശേഷം അപ്ഡേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മെസ്സേജ് വരും, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ഹാവ് ബിൻ അപ്ലോഡഡ് സക്സസ്ഫുള്ളി. അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത ശേഷം ഇത് ഓക്കെയും അതേപോലെ തന്നെ അത് ഓക്കെ കൊടുക്കുക. അവിടെ സ്റ്റാറ്റസ് ഡണ്ണിലേക്ക് മാറിയിട്ടുണ്ട്. സ്റ്റാറ്റസ് ഡണ്ണിലേക്ക് നമുക്കത് മാറി കിട്ടിയിട്ടുണ്ട്. സോ അപ്പോൾ അത് കംപ്ലീറ്റ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ബാക്കി കുട്ടികളെ എല്ലാവരെയും പെൻഡിങ് ആയതെല്ലാവരെയും നമ്മൾ ഡണ്ണിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കേണ്ടത്. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഏറ്റവും താഴെ പേജിൻ്റെ താഴെ ഫൈനലൈസ് എന്ന ഒരു സംഭവം കാണാം. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം പെൻഡിങ് എല്ലാം ഡൺ ആയതിനു ശേഷം ഈ ഫൈനലൈസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് ടോട്ടൽ ക്ലാസ് അടുത്തതിലേക്ക് പ്രൊമോഷൻ ആയിട്ടുണ്ടാവും. താങ്ക് യു ഫോർ വാച്ചിങ്.